ഓ എൻ്റെ പൊന്നു സൂസി, കേട്ടപ്പോൾ തൊട്ടേ എനിക്ക് അങ്ങ് മനപ്രയാസം തുടങ്ങുക. ഇനി ആരേലും കേട്ട് അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പറയും അല്ലേലും തള്ള വീട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്, അപ്പം വീട്ടുകാർ ഒന്നും അറിയുന്നില്ലെന്ന്. അമ്മേ എന്റെ അമ്മ അതിന് മാത്രം പെട്ടെന്ന് പോയി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയായിട്ട് പറഞ്ഞാൽ പോരെ. ഒന്ന് പോടി അവിടുന്ന്. ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അവരുടെ കാരണവന്മാരുടെ ഒക്കെ അനുഗ്രഹം മേടിക്കണം, എന്നാലേ മെച്ചപ്പെടുത്തുള്ളൂ. ആ സൂസിയെ, അത് പിന്നെ ഉണ്ടല്ലോ വന്നേ. എന്നാ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങിയേ? അമ്മച്ചി, അപ്പച്ച, നമ്മുടെ അനിമോക്കെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. ഓ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് കുടുംബത്തിലൊരു നേഴ്സ് വേണമെന്നുള്ള എൻ്റെ പ്രാർത്ഥനയായിരുന്നു. എവിടെ അഡ്മിഷൻ കിട്ടിയത്? കാരിത്താസിലാണോ അതോ മെഡിക്കൽ കോളേജിലാണോ? അവിടെ ഒന്നും അല്ല, ബാംഗ്ലൂരാ. അവിടെ ഒരു ബാംഗ്ലൂര്, വേറെ എവിടെയും കണ്ടില്ല പെണ്ണിനെ പഠിപ്പിക്കാനായിട്ട്, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്. തോലയിട്ട് ചെയ്യാൻ പൊട്ടിക്കും ഞാൻ. അമ്മച്ചി, ഞാനിവിടുത്തെ മരുമോളാ, നിന്റെ അല്ല. പുറകിലിരിക്കുന്നുണ്ടല്ലോ അവൾ, ഒളിച്ചും പാത്ത് ഇരുന്ന് അവൾ കേക്കുമല്ല. നിന്നെ വിടത്തില്ലടി ഞാൻ. ഒറ്റക്കാടി നിന്റെ വെപ്പ് വലി തെറിച്ചു പോവും. ആ വോട്ട് അങ്ങോട്ട്. എന്നാ ഒരു കഷ്ടല്ലേ. ആന്നേ, എന്നാ ചെയ്യാനാന്നേ. IELTS എന്നും പറഞ്ഞ് അവളുടെ ഒരു വർഷവും കളഞ്ഞു. ജർമ്മനി എന്നും പറഞ്ഞ് പഠിക്കുവാന്നും പറഞ്ഞ് അതും ഒരു വർഷം കളഞ്ഞ്. ഇപ്പം കിട്ടിയ അഡ്മിഷനോ അങ്ങ് ബാംഗ്ലൂര്. എനിക്കറിയത്തില്ല ഇനി എങ്ങാനും വല്ല കടുങ്കൈ ചെയ്യുമോന്ന് എൻ്റെ പേടി. അതൊന്നും പേടിക്കണമെന്ന്, ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനൊന്നും ചെയ്യത്തില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ പിള്ളേർ ജെൻസിയാ. അതെ, നമ്മുടെ പനങ്ങാട്ടൂരിലെ ജെൻസിയോ? അല്ലെന്ന് ന്യൂ ജനറേഷൻ. നിങ്ങൾ എന്നതാ ഈ പറയുന്നേ? കടുങ്കൈ ചെയ്യൂന്ന് പറഞ്ഞത് എൻ്റെ മോളല്ല. ഇനി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ കടുങ്കൈ ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ ഇച്ചായനാ. ആ അത് സാരമില്ല. എൻ്റെ അനിയുടെ അമ്മേ, നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നേ? പിള്ളേരൊക്കെ ഇന്ത്യയും വിട്ട് യൂറോപ്പിൽ പോയി സെറ്റിൽഡ് ആവും. അന്നേരമാണ് ഇവളെ ബാംഗ്ലൂർക്ക് വിടാനായിട്ട് നിങ്ങൾ പേടിക്കുന്നത്. മിസ്സേ, എനിക്ക് പേടിയുണ്ടായിട്ടല്ല. എൻ്റെ പൊന്നു മിസ്, അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. പോരാത്തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വെച്ചേക്കുക. അത് അമ്മയ്ക്ക് ഇത്ര പേടി. ആ പിന്നെ അവൾ പറയുന്ന പോലെയല്ലേ മിസ്സേ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റും. നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ അഭിപ്രായം നമുക്ക് ചോദിക്കണ്ടേ? ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പതറിപ്പോയി, അത്രേ ഉള്ളൂ. അനി, മോളൊന്നകത്ത് വയ്ക്കേ, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. എന്നാ ടീച്ചറെ? അനിയുടെ അമ്മേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിനെ ഒന്ന് നോക്കിക്കോണം. പോകുന്നതേ ബാംഗ്ലൂർക്ക്. എപ്പോൾ വിളിച്ചാലും വീഡിയോ കോളിലേ ചെയ്യാവൂ. എവിടെയാണ്, എന്താണ്, ആരുടെ കൂടെയാണെന്നൊക്കെ അറിയാമല്ലോ. പിന്നെ വിളിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണ് കലങ്ങിയിട്ടുണ്ടോ, നാക്ക് കുഴയുന്നുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് മനോരമ പത്രം വായിക്കണം, അതിനകത്ത് ചെറിയ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ ഞാനും പറഞ്ഞു തരാം. എന്തെങ്കിലും കലക്കി കുടിക്കുന്നുണ്ടോയെന്ന് ആർക്കറിയാം? എടി, വീട്ടിലേക്ക് പോവാനേ തോന്നുന്നില്ല. ഒരുമാതിരി മരിച്ചു വീട്ടിൽ കയറിച്ചില്ലെന്ന പോലെ. കുഴപ്പമില്ലടി, എല്ലാം ശരിയാവും. നിനക്കങ്ങനെ പറയാം, നിനക്ക് നാട്ടിൽ അഡ്മിഷൻ റെഡി ആയിരിക്കുമല്ലോ. എടി, നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ബാംഗ്ലൂർ നിനക്ക് 4 കൊല്ലം അടിച്ചു പൊളിക്കാം. പിന്നെ അടിച്ചു പൊളിക്കാൻ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 4-5 മണിക്കൂർ പോകണം, ഏതോ കാട്ടുമുക്കില്ല. നിന്റെ കോളേജിന്റെ പേരെന്നാ? അതാണ്ട് ഡോക്ടർ ലളിത മനോഹരിയോ അങ്ങനെ ഏതാണ്ട്. ഇടി, പേര് കേട്ടിട്ട് ഏതാണ്ട് അടിപൊളി കോളേജാന്ന് തോന്നുന്നു കേട്ടോ. മോളെ, ഒന്നുമല്ല അമ്മേ. എടി അതെ, നീ പയ്യങ്ങ് പൊക്കോ. നിന്നോട് മിണ്ടുന്ന കണ്ടാലേ അമ്മ വഴക്ക് പറയും. എടി അതെ, ഒന്നും തോന്നില്ല. നിനക്ക് വണ്ടി സ്റ്റാർട്ടാക്കാതെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുമോ? അതെന്നാന്നറിയോ, വണ്ടിയുടെ സൗണ്ട് കേട്ട് അമ്മ ചിലപ്പോൾ ഇറങ്ങി വരും. ഇവിടെ ഇരിക്കുവാണോ? നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോകണ്ടാണോ? എല്ലാം പാക്ക് ചെയ്യാനേ, തുണിയും മണിയൊക്കെ ഉള്ളതല്ല. ഞാൻ അതേ കുറെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ പാത്രത്തിലെല്ലാം ആക്കുമൊക്കെ ചെയ്യണം. വാ, എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ പറയുന്നേ. മോളെ, ഇങ്ങോട്ട് നോക്കിക്കേ. നീ ഇനി അവിടെ ചെന്നിട്ടേ ഈ പമ്പിലൊന്നും പോവരുത് കേട്ടോ. പമ്പിലോ? എനിക്കതിന് വണ്ടിയൊന്നും ഇല്ലല്ലോ. ആ, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുട്ട് റൂമിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് തുള്ളത്തില്ലേ? പബ്ബ്. ആ, അങ്ങനെ എന്തോ. അയ്യോ, ഇവിടെ പൊടിയൊക്കെ ഇരിപ്പുണ്ട് മക്കളെ, ഒന്നും വേണ്ട. അമ്മേ,
അയ്യോ ഇതെന്നാ കോലപാടിയത്. പിന്നെ എന്നെ അങ്ങ് യൂറോപ്പിലാണല്ലോ കൊണ്ടുവിട്ടത്. എന്റെ കർത്താവേ, ഇതാണോ നീ വീഡിയോ കോൾ ഒന്നും വരാത്തെ? വീഡിയോ കോൾ വരാത്തെ ഞാനൊരു പട്ടിക്കാട്ടിലാണ് നിൽക്കുന്നത്. അവിടെ റേഞ്ചും തേങ്ങയൊന്നും ഇല്ല. ബാംഗ്ലൂർ എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കിടന്നുകൊണ്ട് ഇളകുന്നുണ്ടായിരുന്നല്ലോ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഏതാണ്ട് ബോർഡറിലെങ്ങാണ്ട് എന്നെ കൊണ്ടിട്ടത്. നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ഫുഡില്ല, വെള്ളമില്ല, റേഞ്ചില്ല, ഏതോണ്ട് ഇവിടെ പട്ടിക്കാട്ടില്ല. കൂളാവിക്കേ, നീ ആദ്യം പോയിട്ട് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിച്ച് മെനയായിട്ട് വാ, അത് നമുക്ക് സംസാരിക്കാം. ചെല്ലേ. തീറ്റയും കൂടിയും കിട്ടിയില്ലെങ്കിൽ എന്താ, പെണ്ണിന് ചീത്തപ്പേര് കിട്ടുമല്ലോ. ഹലോ 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 ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും ആരാണ് തെറ്റിപ്പോയി ഉണ്ടോ? വല്ലഭൻ ഞാൻ വിചാരിച്ചു നിന്റെ ഡയലോഗ് അത് പോയി. തെറ്റിപ്പോയി. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? നിന്നോട് മിണ്ടുന്ന കണ്ട അമ്മ പൊക്കോ. അമ്മ നിന്നോട് മിണ്ടുന്ന സോറി. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അല്ല, ന്യൂ ജനറേഷൻ. അമ്പടി ജിഞ്ചിണ്ടാക്കടി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാര ജീവി. ബാംഗ്ലൂർ എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പൊട്ടിക്കും. Please subscribe my channel.